എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ സമസ്ത എന്ന വടവൃക്ഷം നമുക്ക് തണലേകിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഉമ്മത്തിന് തണലേകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുമ്പോ വ്യത്യസ്ത രീതിയിലുള്ള ചിന്താഗതികൾ പലപ്പോഴും ഈ വഴിയിൽ കളങ്കങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും, അപകടങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കും. ദീനിന്റെ അകത്ത് നിന്ന് ഇതിനെ തകർക്കാൻ ശ്രമിച്ച ഒരു വിഭാഗം നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവരാണ് കപട വിശ്വാസികൾ എന്നറിയപ്പെടുന്നത്. വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന. വിശ്വാസികളെ കണ്ടാൽ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചവരാണ്. വൈദാ ഖലൗ ഇലാ ശയാതീനിഹിം ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. അവരുടെ നേതാക്കളുടെ അടുക്കലേക്ക് ചെന്നാൽ അവർ പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, പിന്നെ എന്തിനാണ് ഞങ്ങൾ അവരോടൊപ്പമാണ്, ഞങ്ങൾ ഈ ആദർശത്തിനൊപ്പമാണ് എന്ന് എന്തിനാണ് അവർ പറയുന്നത്? അത് ഞങ്ങൾ അവരെ പരിഹസിക്കാൻ വേണ്ടി പറയുകയാണ്. നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണവർ. ഞാൻ ആലോചിച്ചു പോകുന്നത് മഹാനായ CH ഐദ്രോസ് മുസ്ലിയാർ എന്ന ആ ഒരു വലിയ മനുഷ്യനെ കുറിച്ചാണ്. SKSSFന്റെ വേദിയിൽ നമ്മൾ സംസാരിക്കുമ്പോ ഈ പ്രസ്ഥാനത്തിന് ആ കാലഘട്ടത്തിൽ രൂപവൽക്കരണം നടത്തുവാൻ ആവശ്യമായ ആത്മീയമായ ധാർമ്മികമായ പിന്തുണ നൽകുകയും ഈ സംഘടനയുടെ പഞ്ചാക്ഷരി SKSSF ആണെന്ന് തിങ്ങി നിറഞ്ഞ പ്രവർത്തകന്മാരെ സാക്ഷിയായി പ്രഖ്യാപിക്കുകയും ചെയ്തയാളാണ് മഹാനായ CH ഐദ്രോസ് മുസ്ലിയാർ. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ട കാലം. കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ പലരും അതിലുണ്ട്, തന്റെ ഉസ്താദുമാരതിലുണ്ട്. അദ്ദേഹം പറയുകയാണ്, സ്വാഭാവികമായിട്ടും എനിക്ക് വലിയ ആശങ്ക, എന്റെ ഉസ്താദുമാരാണല്ലോ മറുഭാഗത്തുള്ളത്, ഞാൻ ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? അദ്ദേഹം പറയുന്നു, ആ ഒരു മനസ്സംശയവുമായി ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കോട്ടക്കല പാലപ്പുറ പള്ളിയിൽ ഒരിക്കൽ ഞാൻ പോയി. ഞാൻ ആദ്യമായിട്ടെന്ന് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവറുകളെ കണ്ടു, സംസാരിച്ചു. ഞാൻ അങ്ങോട്ട് വല്ലതും ചോദിക്കുന്നതിന് മുമ്പ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അടിയുറച്ചു നിൽക്കണം. അത് മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഔലിയാക്കളും സ്ഥാപിച്ച ഒരു സംവിധാനമാണ്. നിങ്ങൾ അതിന് സേവനം ചെയ്തോളൂ, അതിലൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്തോളൂ എന്ന് മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ് എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്ന്. ഇതാണ് നമ്മുടെ പാരമ്പര്യം, ഇതാണ് നമ്മുടെ വഴി. നമുക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ ചെയ്യാൻ കഴിയുന്നത് പ്രസംഗിക്കുന്നവർക്ക്, പ്രവർത്തിക്കുന്നവർക്ക്, മദ്രസയിൽ പഠിപ്പിക്കുന്നവർക്ക്, ഇതിന്റെ പതാക ഏന്തുന്നവർക്ക്, ഇതിനു വേണ്ടി ഉറക്കമൊഴിക്കുന്നവർക്ക്, സഞ്ചരിക്കുന്നവർക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മധൈര്യം. ഒരു നൂറ്റാണ്ടുകാലം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ അള്ളാഹു സ്വീകരിച്ചവരായിരുന്നു എന്നുള്ളതാണ്, മഹാന്മാരായിരുന്നു എന്നുള്ളതാണ്. ഭൗതികമായ ഒരു താല്പര്യവുമില്ലാതെ അള്ളാഹുവിന്റെ ദീനിന്, ഈ വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യത്തെ ഈ നാട്ടിൽ നിലനിർത്തുവാൻ യത്നിച്ചവരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പാരമ്പര്യത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. സമസ്തയുടെ 100ാം വാർഷികം ഈ പ്രസ്ഥാനത്തിന്റെ അഭിമാനമായി, വിശുദ്ധമായ ദീനിന്റെ അഭിമാനമായി ഈ സമൂഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോ ഭാവി തലമുറ ചരിത്രത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ നാൾ വഴികളിൽ ഈ 100ാം വാർഷികത്തിന്റെ കമനീയമായ ഊർജ്ജസ്വലമായ ഈ ചരിത്ര സംഭവങ്ങൾ വായിക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ വളർച്ചയുടെ നാഴികക്കല്ലായി ഈ 100ാം വാർഷികം രേഖപ്പെടുത്തുമ്പോ അതിൽ ഒരു കണ്ണിയായി ചേരാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സൗഭാഗ്യമുണ്ടാകുന്നതായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ. ഭൗതികമായ അജണ്ടകളോ എന്തെങ്കിലും താല്പര്യങ്ങളോ നിക്ഷിപ്തമായ എന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നവർക്കോ, ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നവർക്കോ, ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്കോ ഉണ്ടാവില്ല, ഉണ്ടായിട്ട് കാര്യമില്ല. അങ്ങനെ ഉള്ളവരെ തിരിച്ചറിയുവാൻ ഈ സമുദായത്തിലുള്ള സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് സാധ്യമാവുമെന്ന് മാത്രമല്ല, ആദരണീയ
ആദരണീയനായ സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പിന്നിൽ, ഈ സമസ്തയുടെ നേതൃത്വമായ സമസ്തയുടെ മുഷാവറയുടെ പിന്നിൽ അവർ നിർദ്ദേശിക്കുന്ന തീരുമാനങ്ങളും അവർ ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങളും സാധാരണക്കാരായ SKSSFന്റെ പ്രവർത്തകരും നേതാക്കളും സഹപ്രവർത്തകരും നെഞ്ചിലേറ്റി ഈ 100ാം വാർഷികത്തെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഇതിഹാസ തുല്യമായ രീതിയിൽ വിജയിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളും സജ്ജീകരണങ്ങളും നമ്മിൽ നിന്നുണ്ടാകണമെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1 നൂറ്റാണ്ട് കാലമായി എന്താണ് ഈ രാജ്യത്തിന് നൽകിയ നന്മകളും നേട്ടങ്ങളും എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളിൽ ഒന്ന് ഈ നാടിന്റെ സൗഹൃദത്തെ, ഈ നാടിന്റെ പാരമ്പര്യത്തെ, ഈ നാടിന്റെ വിശുദ്ധമായ അസ്തിത്വത്തെ ഒരു കളങ്കവുമില്ലാതെ ഒരു കറയുമില്ലാതെ നിലനിർത്തുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പ്രസ്ഥാനം നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കൂടെ ഈ രാജ്യത്ത് നടത്തിയ സാംസ്കാരികമായ മുന്നേറ്റങ്ങൾക്കൊക്കെ ഒപ്പം ഈ സൗഹൃദത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ഉദാത്തമായ മാർഗം ഈ പ്രസ്ഥാനം വെട്ടിത്തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയുടെ അജയ്യനായ നേതൃത്വമായിരുന്ന ശംസുൽ ഉലമ, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് സാമൂതിരിയെ, കുഞ്ഞാലി മരക്കാരെ, നമ്മളുടെ നാട് കണ്ട സൗഹൃദത്തിന്റെ പാരമ്പര്യത്തെ മുഴുവൻ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ സൗഹൃദത്തെ നിലനിർത്തുവാൻ സമസ്ത എക്കാലവും ശക്തമായി മുന്നിൽ നിൽക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായത്. ആദരണീയനായ നമ്മുടെ അജയ്യനായ നായകൻ ഈ 100ാം വാർഷികത്തെ ഇത്രയധികം ജനകീയമാക്കുന്നതിൽ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആദരണീയനായ സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിരന്തരമായി ഈ സമൂഹത്തോട് ആ കാര്യം തന്നെയല്ലേ ആഹ്വാനം ചെയ്യാറുള്ളത്. തന്റെ സംസാരങ്ങളിലൂടെയൊക്കെ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നവരായി, ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി യത്നിക്കുന്നവരായി നമ്മളുടെ പ്രസ്ഥാനം ഇക്കാലയളവിൽ ചെയ്ത പ്രവർത്തനങ്ങളെ ഓർമ്മപ്പെടുത്തുകയും പ്രവർത്തകന്മാരെ മുഴുവൻ ഈ നാടിന്റെ ഏറ്റവും വലിയ ഒരു സമ്പാദ്യമായി നിലനിർത്തുന്നതിനു വേണ്ടി ആദരണീയനായ സയ്യിദുൽ ഉലമ നിരന്തരം നമ്മെ ഉപദേശിക്കാറുമുണ്ട്. ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിൽ കേരളത്തിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ മഹാത്മാക്കളിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹം ഹൈന്ദവനായിരുന്നു. ഈഴവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം ശിവഗിരിയിൽ താമസിച്ച് തന്റെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കും സാമൂഹിക പരിഷ്കരണങ്ങൾക്കും നേതൃത്വം നൽകുമ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി ഒരു അബ്ദുൽ അസീസ് മുസ്ലിയാരുണ്ടായിരുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കും. അബ്ദുൽ അസീസ് മുസ്ലിയാരുമായിട്ട് ചർച്ചകൾ നടത്തും. അബ്ദുൽ അസീസ് മുസ്ലിയാർ ശിവഗിരിയിൽ വരും. അബ്ദുൽ അസീസ് മുസ്ലിയാരെ രോഗബാധിതനായ അവസ്ഥയിൽ ശ്രീനാരായണ ഗുരു ഒരിക്കൽ സന്ദർശിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുവിനോട് പറഞ്ഞു, എനിക്കിവിടെയുള്ള ഏറ്റവും വലിയ പ്രയാസം വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഗുരു അദ്ദേഹത്തെ തന്റെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ശിവഗിരിയിലേക്ക് വരൂ, അവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി തരാം എന്ന് മാത്രമല്ല ഗുരു പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാനും ആരാധിക്കാനും ആവശ്യമായ ഒരിടം, ഒരു മസ്ജിദ് ഞാൻ അവിടെ നിർമ്മിക്കുവാൻ തയ്യാറാണ് എന്നുകൂടെ അദ്ദേഹത്തോട് പറഞ്ഞു വെച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അങ്ങോട്ട് ചെല്ലാൻ കഴിഞ്ഞില്ല. ഈ ഒരു സഹവർത്തിത്വത്തിന്റെ പാരമ്പര്യമുണ്ടല്ലോ, ഈ പാരമ്പര്യത്തെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 926 കാലഘട്ടം മുതൽ ഈ സമൂഹത്തെ പരിചയപ്പെടുത്തിയതും ഏറ്റെടുത്തതും. ഇത് വളരെ ശക്തമായി നിലനിർത്തുവാനുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ് സമസ്തയും അതിന്റെ പോഷക ഘടകങ്ങളും കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? നേരത്തെ ആദരണീയനായ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, എന്താണ് സമസ്ത 926 മുതൽ ഇവിടെ പരിചയപ്പെടുത്തിയത് എന്ന്.
ഉസ്താദ് പറഞ്ഞു, ഒരു പുതിയ കാര്യം പരിചയപ്പെടുത്തിയിട്ടില്ല. എന്താണോ കാലങ്ങളായി വിശുദ്ധമായ ദീനായി ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത്, അതിനെ ഒരു സംഘടനാ രൂപത്തിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവതരിപ്പിച്ചു എന്നാണ് ഉസ്താദ് അവർകൾ തന്റെ സംസാരങ്ങളിലൂടെ സൂചിപ്പിക്കുകയുണ്ടായത്. അതെങ്ങനെയാണ് സാധ്യമായത്? എങ്ങനെയാണ് കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഈ മനോഹരമായ ദീനിന്റെ ആശയങ്ങൾ വളരെ കൃത്യമായി പ്രചരിച്ചത് എന്ന ചോദ്യം വലിയ ചരിത്രത്തെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കേവലമായ ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമല്ല ഈ നാട്ടിലേക്ക് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തിയ ആളുകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. പിന്നെ എന്തായിരുന്നു? ജീവിത ശൈലിയായിരുന്നു, ജീവിതത്തിന്റെ രീതികളായിരുന്നു, സ്വഭാവങ്ങളായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുയായികളും ആ രീതിയിലാണ് ഒരു സമൂഹത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയത്. നബിക്കൊരു ജീവിത രീതിയുണ്ട്. ആ ജീവിത രീതിയിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട്, പട്ടിണിപ്പാവങ്ങളുണ്ട്, തൊഴിലാളികളുണ്ട്. മദീനയിലേക്ക് എത്തിയപ്പോൾ ജൂതന്മാരും ക്രൈസ്തവരും ഉൾക്കൊള്ളുന്ന ഇതര മതവിഭാഗങ്ങളുണ്ട്. അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു മാതൃകയുണ്ട്. അതാണ് പ്രവാചകന്റെയും അനുയായികളുടെയും ജീവിത രീതിയായി ചരിത്രം രേഖപ്പെടുത്തിയത്. ആ നബിയുടെ അനുയായികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പ്രബോധനവുമായി പോകുമ്പോ കോപിച്ചുകൊണ്ടോ ആ നാട്ടിലുള്ള ആളുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ടോ അല്ല ഈ മതത്തിന്റെ സംരക്ഷണം, ഈ മതത്തിന്റെ പ്രബോധനം അവർ നിർവഹിച്ചത്. അതാണ് കേരളത്തിലും ഉണ്ടായത്. മാലിക് ബിൻ ദീനാറിന്റെയും അനുയായികളുടെയും നേതൃത്വത്തിൽ നബിയുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത കാലഘട്ടത്തിലോ അള്ളാഹുവിന്റെ ദീനുമായിട്ട് അവർ ഈ നാട്ടിലേക്ക് വരുമ്പോ അവരും മറ്റൊരു ഭാഷ സംസാരിക്കുന്നവരല്ലേ, മറ്റൊരു സംസ്കാരം സ്വീകരിച്ചവരല്ലേ. പക്ഷേ അവരുടെ ജീവിത രീതിയെ, അവരുടെ സംസ്കാരത്തെ, അതിനെയാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് കൈമാറ്റം ചെയ്യുകയുണ്ടായി. അതിൽ യാതൊരു തരത്തിലുള്ള കറയുമില്ല, കളങ്കവുമില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ദീനുമായി വിശുദ്ധമായ മദീനയിൽ ഈ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോ ദീനിന്റെ അകത്ത് നിന്ന് ഇതിനെ തകർക്കാൻ ശ്രമിച്ച ഒരു വിഭാഗം നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവരാണ് കപട വിശ്വാസികൾ എന്നറിയപ്പെടുന്നത്. വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന. വിശ്വാസികളെ കണ്ടാൽ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചവരാണ്. വൈദാ ഖലൗ ഇലാ ശയാതീനിഹിം ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. അവരുടെ നേതാക്കളുടെ അടുക്കലേക്ക് ചെന്നാൽ അവർ പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. പിന്നെ എന്തിനാണ് ഞങ്ങൾ അവരോടൊപ്പമാണ്, ഞങ്ങൾ ഈ ആദർശത്തിനൊപ്പമാണ് എന്തിനാണ് അവർ പറയുന്നത്? അത് ഞങ്ങൾ അവരെ പരിഹസിക്കാൻ വേണ്ടി പറയുകയാണ്. നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണവർ. തൊട്ടടുക്കലുള്ള സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ഈ സൂചിപ്പിക്കപ്പെട്ട നന്മയുടെ പന്താവ് കളങ്കമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഖവാരിജുകൾ രംഗത്ത് വരുന്നത്. അവർക്കെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി, അവരോട് സംവാദങ്ങൾ നടത്തി, ഗത്യന്തരമില്ലാതെ അവരോട് സായുധമായ രീതിയിലുള്ള പ്രതിരോധം വരെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടത്തേണ്ടി വന്നു. പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ സമാന്തരമായി ഇസ്ലാമിന്റെ ഈ വ്യവസ്ഥിതിയെ കൃത്യമായ രീതിയിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന നിരവധി ആളുകൾ, പ്രസ്ഥാനങ്ങൾ, സംഘടിതമായ ശക്തികളൊക്കെ ഈ വിശുദ്ധമായ മതത്തിനെതിരായി വന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ഈ ഉന്നതമായ നേരായ പാരമ്പര്യത്തിന് സമാന്തരമായി വ്യത്യസ്തങ്ങളായ, അധാർമികമായ, ഒരിക്കലും മതത്തിന്റെ നിലപാടിനോട് യോജിക്കാത്ത വ്യത്യസ്ത ചിന്താധാരകൾ വന്നിട്ടുണ്ട്. അതിലൊന്നും യാതൊരു തരത്തിലും ഇടപെടാത്ത മഹാരഥന്മാരായിരുന്നു കേരളത്തിന്റെ മണ്ണിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധമായ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയുണ്ടായത് എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അതിൽ പ്രധാനമായും സൂഫി മിഷണറിമാരായിരുന്നു. നബിയുടെ തൊട്ടടുക്കലുള്ള കാലഘട്ടത്തിൽ ആ പാരമ്പര്യത്തെ അടിയുറച്ചു നിർന്ന്
ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പ്രവാചകന്റെയും മറ്റുമൊക്കെയുള്ള സ്വപ്ന ദർശനങ്ങളിലൂടെ നമ്മളുടെ നാട്ടിലേക്ക് കടന്നു വന്ന, നൂറ്റാണ്ടുകളിലൂടെ ഈ മതത്തിന്റെ പാരമ്പര്യത്തെ നിലനിർത്തിയ മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും സൂഫി വര്യന്മാരും 11, 12, 13 നൂറ്റാണ്ടുകളിൽ കേരളത്തിന്റെ എത്രയോ ഭാഗങ്ങളിലേക്ക് ഈ സൂഫികൾ കടന്നു വന്നു. കേരളം കണ്ട മഹാനായ സഞ്ചാരിയായിരുന്നു ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത പറയുന്ന ഒരു കാര്യമുണ്ട്. 13-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം കേരളത്തിലൂടെ കടന്നു പോകുന്നത്. അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഫരീദുദ്ദീൻ അബ്ദുൽ ഖാദിർ ഖുറാസാനി എന്ന് പറയപ്പെടുന്നയാളെ അദ്ദേഹത്തെ പൊന്നാനിയിൽ വെച്ച് ഇദ്ദേഹം കാണുകയുണ്ടായി എന്ന്. പൊന്നാനിയിൽ അദ്ദേഹമാണ് തോട്ടുങ്ങൽ പള്ളി ഉണ്ടാക്കിയത്. 1342-നും 1345-നും ഇടയിൽ ഇബ്നു ബത്തൂത്ത കേരളത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അന്നത്തെ മലബാറിന്റെ ഭാഗമായിരുന്ന കർണാടകയിലെ ഹൊനാവറിൽ സൂഫി വര്യന്മാരെ അദ്ദേഹം കണ്ടുവെന്ന് മാത്രമല്ല, ഷെയ്ഖ് മുഹമ്മദ് നഖ്റവി എന്നയാൾ അവിടെയുള്ള പ്രവർത്തനങ്ങൾക്കും പ്രചാരണങ്ങൾക്കും ദീനീ പ്രബോധനങ്ങൾക്കും നേതൃത്വം നൽകുന്നുവെന്ന് ഇബ്നു ബത്തൂത്ത തന്റെ സഞ്ചാരക്കുറിപ്പുകളിൽ, തന്റെ റിഹ്ലയിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ കഴിയും. സ്വാത്വികന്മാരായ നിരവധി ആളുകളെ ഇന്നത്തെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം കണ്ടെത്തിയതായി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഏഴിമലയിൽ, ഇന്നും കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശമാണത്. നിരവധി മഹാന്മാർ അന്തി ഉറങ്ങുന്ന ഒരിടമാണത്. അവിടെ അദ്ദേഹം സഈദ് എന്ന് പറയുന്ന ഒരു സ്വാത്വികനായ മനുഷ്യനെ കണ്ടു. ഇബ്നു ബത്തൂത്ത എഴുതുന്നുണ്ട്, ഈ സഈദ് എന്നവർ 14 വർഷം മക്കയിലും 14 വർഷം മദീനയിലും താമസിച്ചു പഠിച്ച് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് പ്രബോധന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുകയാണ്. ആളുകൾ അദ്ദേഹത്തെ കാണുകയും സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ വെച്ച് അദ്ദേഹം ബഗ്ദാദിയായ ഇറാഖിലെ ബഗ്ദാദിൽ നിന്നുള്ള ഒരാളെ കണ്ടു. പന്തലായനി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒമാനിലുള്ള ഒരു മഹാപണ്ഡിതനും സൂഫിയുമായ ഒരു വ്യക്തിയെ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ മലബാറിൽ മാത്രമല്ല, ഇന്നത്തെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള മുസ്ലിം കേന്ദ്രങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഹിജ്റ 857-ലാണ് തിരുവനന്തപുരത്ത് ഭീമാ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭീമാ ബീവി എന്ന മഹദി മക്കയിൽ ജനിക്കുന്നത്. അവരുടെ മകനാണ് ഭീമാ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാഹിൻ അബൂബക്കർ വലിയുല്ലാഹി എന്നറിയപ്പെടുന്നയാൾ. മക്കയിൽ നിന്ന് ഇന്നത്തെ തിരുവനന്തപുരത്തെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന് അവിടെ ജീവിക്കുകയും ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഷഹീദായി മരണപ്പെടുകയും ചെയ്തയാളാണ്. തിരുവനന്തപുരത്തിന്റെ മറ്റൊരു ഭാഗമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്ത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുള്ള വലിയ പോർട്ടൊക്കെ ഉണ്ടായപ്പോൾ അത് ഒന്നുകൂടെ പ്രസിദ്ധമായി ആ പ്രദേശം. ആ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാറപ്പുറങ്ങളിലൊക്കെ നിരവധി മഖാമുകൾ നമുക്ക് കാണുവാൻ കഴിയും. അതെന്തിന്റെ അടയാളമാണ്? ഈ മഖാമുകൾ എന്ന് പറയുന്നത് എന്തിന്റെ പ്രതീകമാണ്? ഇസ്ലാമിക സംസ്കാരങ്ങൾ പ്രചരിച്ചതിന്റെ അടയാളം കൂടിയാണത്. കേവലമായ ശവകുടീരങ്ങളല്ല, ഖബറുകളല്ല. അവരെവിടെ നിന്ന് വന്നു? ചരിത്രങ്ങൾ പറയുന്നുണ്ട്, വിഴിഞ്ഞത്തേക്ക് ഷെയ്ഖ് ജീലാനിയുടെ ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരുമായ നിരവധി ആളുകൾ കടന്നു വന്നു. അവരുടെ പേരുകൾ അവിടെ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിന്റെ തെക്കേ ഭാഗം മുതൽ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മളുടെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എത്രയോ മഹാന്മാരുണ്ടല്ലോ. അവരൊക്കെ ഏത് രീതിയിലാണ് ഈ രാജ്യത്ത് നമ്മളുടെ നാട്ടിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയത്? എന്താണ് അവർ സമൂഹത്തിന് കൈമാറ്റം ചെയ്തത്? നിരവധി മഹാന്മാരുണ്ട്, സൂഫികളുണ്ട്. അവരോരോ പ്രദേശങ്ങളിലും, കാസർഗോഡും കണ്ണൂരും നമ്മളുടെ നാടിന്റെ നാനാഭാഗങ്ങളിലുള്ള ഓരോ പ്രദേശങ്ങളിലുമായി മറ്റു നാടുകളിൽ നിന്ന് വന്ന ആളുകൾ. അതിലെ പ്രധാനപ്പെട്ട ഒരു വരവായിരുന്നു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാങ്ങളായ നബി തിരുമേനിയുടെ പിൻഗാമികൾ നമ്മളുടെ നാട്ടിലേക്ക് വന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് അതിന്റെ പ്രധാനപ്പെട്ട ബുഖാരി സാദാത്യങ്ങളുടെ ആദ്യത്തെ മഹാനായ വ്യക്തി ഷെയ്ഖ് ജലാലുദ്ദീൻ ബുഖാരി കണ്ണൂരിലെ വളപട്ടണത്തിലേക്ക് വരുന്നത്. USSRന്റെ ഭാഗമായ
ബുഖാറയിൽ നിന്നാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. ബുഖാറയിൽ നിന്ന് അദ്ദേഹം കേരളത്തിലേക്ക് വളപട്ടണത്തേക്ക് വന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളും പേരക്കിടാങ്ങളും നമ്മളുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു. തൃശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് തന്നെ ബുഖാറ എന്നാണ്. എറണാകുളത്ത് ചെമ്പിട്ട പള്ളി എന്ന ഒരു പള്ളിയുണ്ട്. ആലോചിച്ചു നോക്കണം, 21-ാം നൂറ്റാണ്ടിലാണ് നമ്മളുള്ളത്. 16-ാം നൂറ്റാണ്ടിലാണ് ഇവർ നമ്മളുടെ നാട്ടിലേക്ക് വരുന്നത്. പിന്നീട് നമുക്ക് കാണാൻ കഴിയും 17, 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ യമനിലെ തെരീമിൽ നിന്ന്, ഹലർമൗത്തിൽ നിന്ന് എത്രയോ പണ്ഡിതന്മാരും പ്രവാചകന്റെ പിൻഗാമികളായ പേരക്കിടാങ്ങളും നമ്മളുടെ നാട്ടിലേക്ക് വരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഷെയ്ഖ് ജിഫ്രി. ആ മഹാനുഭാവൻ കോഴിക്കോട്ടേക്ക് വന്നു. കോഴിക്കോട്ടെ സാമൂതിരി രാജാവിന്റെ ആ കാലഘട്ടത്തിലെ സാമൂതിരി രാജാവായ ത്രിവിക്രമൻ തമ്പി അദ്ദേഹത്തെ സ്വീകരിച്ചു. താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയെന്നു മാത്രമല്ല, ഷെയ്ഖ് ജിഫ്രി കേരളത്തിലേക്ക് എത്തിയ സമയത്താണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പിഴച്ച വാദങ്ങൾ അറേബ്യൻ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ആ വാദങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിക്കാതിരിക്കുവാൻ അറബി ഭാഷയിൽ ഗ്രന്ഥങ്ങൾ എഴുതുകയും തന്റെ ചുറ്റുപാടുകളിലുള്ളവരോട് ശക്തമായി പ്രസംഗങ്ങൾ നടത്തി ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രചാരണങ്ങളെ ആ കാലഘട്ടത്തിൽ തന്നെ നേരിടാൻ തയ്യാറാവുകയും ചെയ്ത കേരളത്തിലേക്ക് വന്ന ഇസ്ലാമിക പ്രബോധകനാണ് ഷെയ്ഖ് ജിഫ്രി. പിൽക്കാലത്ത് ഷെയ്ഖ് ഹസൻ ജിഫ്രി എന്നവർ വരുന്നു മമ്പുറത്തേക്ക്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ പുത്രനായ സയ്യിദ് അലവി മൗലദ്ദവീല മമ്പുറം തങ്ങൾ വരുന്നു. ഇവരുടെ താല്പര്യപ്രകാരം ഷെയ്ഖ് ഹുസൈൻ ജിഫ്രി എന്നവർ വരുന്നു. കൊടിഞ്ഞി പള്ളിയിൽ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇങ്ങനെ ജിഫ്രി കുടുംബം, ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളുടെ സയ്യിദ് ശിഹാബുദ്ദീൻ എന്നവരുടെ കുടുംബം, ബാഫഖി കുടുംബം, ഇങ്ങനെ 43-ലേറെ വരുന്ന പ്രവാചക കുടുംബങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വന്നുവെന്ന് മാത്രമല്ല, അവർ ഓരോ പ്രദേശങ്ങളിലെയും പ്രബോധകന്മാരായി, നേതാക്കളായി, ആധ്യാത്മിക വഴികാട്ടികളായി. ഇത്ര സമൃദ്ധമായ ഒരു പാരമ്പര്യം എങ്ങനെ കേരളത്തിന് ലഭ്യമായി എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങൾ, സൂഫി പണ്ഡിതന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരളം ലക്ഷ്യമാക്കിയെത്തി നമ്മളുടെ നാടുകളിൽ മസ്ജിദുകൾ സ്ഥാപിച്ച്, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച്, ജനങ്ങൾക്കിടയിൽ നേതൃപദവി അലങ്കരിച്ച് ഈ നാടിനിടയിൽ സൗഹാർദ്ദം നിലനിർത്തിയും ശാന്ത സ്വഭാവം നിലനിർത്തിയും അവർ നടത്തിയ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നമ്മളുടെ നാടിന്റെ വിശുദ്ധമായ പാരമ്പര്യത്തെ നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു സംഗതിയാണ്. ഇതുമാത്രമല്ല, ഈ കേരളത്തിലേക്ക് വിശുദ്ധമായ ദീൻ കടന്നു വരുമ്പോ ദീനിന്റെ പാരമ്പര്യത്തിൽ മനോഹരമായ ഒരു സരണിയുണ്ട്. ആ സരണി വിശ്വാസപരമായും കർമ്മപരമായും നബി തിരുമേനിയെയും അനുയായികളെയും പിൻപറ്റുക എന്നുള്ളത്. അതെങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദശലക്ഷക്കണക്കിനായ ഹദീസുകളും അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് വിശുദ്ധമായ ദീനിന്റെ കർമ്മങ്ങളെ യാതൊരു കളങ്കവുമില്ലാത്ത രീതിയിൽ ആവിഷ്കരിച്ചവരായിരുന്നു മദ്ഹബിന്റെ ഇമാമുമാരായ ആളുകൾ. അതിലെ പ്രഗൽഭനാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ എന്നവരുടെ ശിഷ്യന്മാരിലൂടെ ശാഫിഈ മദ്ഹബ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. എല്ലാ കളങ്കങ്ങളെയും അദ്ദേഹം പ്രതിരോധിക്കുകയും ഈ സരണിയെ അദ്ദേഹം മനോഹരമായി നിലനിർത്തുകയും ചെയ്തു. ഈ സരണിയെ കേരളത്തിന്റെ മണ്ണിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സൂഫി വര്യന്മാരും പണ്ഡിതന്മാരും പ്രചരിപ്പിക്കുമ്പോ നമ്മളുടെ നാട്ടിൽ 1467 ജനിച്ച് 1522 ജനിച്ച മരണപ്പെട്ടുപോയ മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്നവർ ആ ഒരു പാരമ്പര്യത്തെ ഏറ്റെടുത്ത് ശാഫിഈ മദ്ഹബിനെ നമ്മളുടെ നാട്ടിൽ ഒന്നുകൂടെ സജീവമാക്കി. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ജാമിഉൽ അസ്ഹറിന്റെ രൂപത്തിൽ, നമ്മൾ ആലോചിക്കണം, അവർ മക്കയിൽ പോയി പഠിച്ചയാളാണ്. 1500-കളിൽ അവർ ഈജിപ്തിൽ പോയി പഠിച്ചയാളാണ്. ജാമിഉൽ അസ്ഹറിന്റെ രൂപത്തിൽ പൊന്നാനിയിലെ വലിയ പള്ളി ഉണ്ടാക്കി.
സിംഗപ്പൂരിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന്, മക്കയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് പൊന്നാനി പള്ളിയിലേക്ക് പഠിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ പണ്ഡിത വിദ്യാർത്ഥികൾ വരാറുണ്ടായിരുന്നു. പൊന്നാനി മഖ്ദൂമുമാരുടെ വലിയ ഒരു പാരമ്പര്യം. കർമ്മശാസ്ത്രപരമായിരിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലും സംശയമില്ലാതെ നമ്മളുടെ ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമികമായ സംസ്കാരം നിലനിർത്തുന്നതിന് തുല്യതയില്ലാത്ത പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്നവരുടെ മകനായ മുഹമ്മദുൽ ഗസാലി ഉണ്ടായിരുന്നു. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനുണ്ടായിരുന്നു. ഇതോടൊപ്പം കേരളത്തിന്റെ വിശ്വാസപരമായിരിക്കുന്ന കാര്യത്തിൽ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു പ്രതിരോധിച്ച് ഈ നാടിന്, ഈ സമൂഹത്തിന് നൽകിയ വിശ്വാസപരമായ, ആദർശപരമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പന്ഥാവുണ്ടായിരുന്നു. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മുഅ്തസിലികൾ പ്രവാചകർ തിരുമേനിയുടെ, അള്ളാഹുവിന്റെ അടിസ്ഥാനപരമായി അവരുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെ എല്ലാം കളങ്കപ്പെടുത്തി, ഭരണകൂട സ്വാധീനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തി, ഖുർആനിന്റെ അടിസ്ഥാനപരമായ വിശ്വാസാദർശങ്ങളെ അവർ കുപ്രചാരണങ്ങളിലൂടെ സമൂഹത്തിന്റെ മുമ്പിൽ മോശമായി അവതരിപ്പിച്ചു. പണ്ഡിതന്മാരും ഭരണാധികാരികളും അതിനെ പലരും സ്വീകരിച്ചു. ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി. ഭരണകൂടത്തിന്റെ ശക്തി ഉപയോഗിച്ച് മുഅ്തസിലികൾ പണ്ഡിതന്മാർക്കെതിരെ കണിശമായ നിലപാട് സ്വീകരിച്ചു. മദ്ഹബിന്റെ ഇമാമായ ശാഫിഈ ഇമാമിന്റെ ശിഷ്യൻ കൂടിയായിരുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള ആളുകൾ ജയിലിലടക്കപ്പെട്ടത് ചരിത്രത്തിന്റെ രേഖയാണ്. ആ ഒരു കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളെ, ആരാണ് അല്ലാഹു, എന്താണ് അവന്റെ സവിശേഷതകൾ, ആരാണ് മലക്കുകൾ, ആരാണ് അള്ളാഹുവിന്റെ ദൂതന്മാർ, ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസപരമായി വളരെ കൃത്യമായി സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുകയും ഈ കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്ത വലിയ മഹാനായിരുന്നു മഹാനായ ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഞാൻ സൂചിപ്പിക്കുന്നത് ശാഫിഈ ഇമാമിന്റെ സരണിയോടൊപ്പം വിശ്വാസപരമായി മഹാനായ ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെയോ സമാനമായി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാതുരീദി, അബൂ മൻസൂരിൽ മാതുരീദി എന്നവരുടെയോ ആ വിശ്വാസത്തെ നമ്മളുടെ നാടിന്റെ പാരമ്പര്യത്തിലേക്ക് ഈ പ്രബോധകന്മാരും സൂഫിയാക്കളും മഖ്ദൂമുമാരും അതോടൊപ്പം കോഴിക്കോട് ഖാദിമാരും ചേർത്ത് വെക്കുകയുണ്ടായി. ആ ഒരു പാരമ്പര്യത്തിലൂടെ നൂറ്റാണ്ടുകളോളം കേരളത്തിന്റെ മണ്ണ് സമൃദ്ധമായി. എവിടെയും ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്, എവിടെയും ആധ്യാത്മികതയാണ്, എവിടെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അനുയായികളുടെയും ചര്യകളാണ് പാരമ്പര്യമായ രൂപത്തിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. മറ്റു പ്രദേശങ്ങളെക്കാൾ സമ്പന്നമായ രീതിയിൽ ആധ്യാത്മികമായ, ആത്മീയമായ ഒരു ഉയർച്ച കേരളത്തിന്റെ മണ്ണിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഇവർ നേതാക്കളായി കാണുന്ന നബിയുടെ പേരക്കിടാങ്ങളാണെങ്കിലും മഖ്ദൂമുമാരാണെങ്കിലും അവരൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് ആധ്യാത്മികമായ ഒരു പിൻബലത്തെയാണ്. അവർ തസവ്വുഫിലൂടെ, സൂഫിസത്തിലൂടെ ജനങ്ങൾക്കിടയിൽ അവരുടെ ജീവിത രീതി കൊണ്ട് ഈ നന്മകളെ കൈമാറ്റം ചെയ്യുന്നവര്. ഇതോടൊപ്പമാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിന്റെ മണ്ണിൽ, പ്രത്യേകിച്ച് മലബാറിന്റെ മണ്ണിൽ, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദേശികമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അതിലും ഈ പണ്ഡിതന്മാരും നേതാക്കളും നബി തിരുമേനിയുടെ അനുയായികളും ശക്തമായ പങ്കുവഹിച്ചു. അവരെ പ്രതിരോധിക്കുന്നതിൽ, അവർക്കെതിരായി പോരാട്ടം നടത്തുന്നതിൽ. സൈനുദ്ദീൻ മഖ്ദൂം ഗ്രന്ഥങ്ങൾ എഴുതി. സൈനുദ്ദീൻ മഖ്ദൂമുമാർ അവരുടെ പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്നു. കുഞ്ഞാലി മരക്കാർ സാമൂതിരി രാജാവിന്റെ ഏറ്റവും വലിയ കപ്പിത്താനാകുന്നതിലും പടയാളിയാകുന്നതിലും വലിയ പ്രോത്സാഹനം പൊന്നാനിയിലെ മഖ്ദൂമുമാർ നൽകി. ജനങ്ങളോടവർ സംസാരിച്ചു. സാമൂതിരി രാജാവിനെ സഹായിക്കൽ നമ്മളുടെ അനിവാര്യതയാണ് എന്നവർ പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ മനോഹരമായ പാരമ്പര്യത്തിനൊപ്പം ആ പണ്ഡിതന്മാർ നിൽക്കുകയും ഈ നാട്ടിലെ ജനങ്ങളെ ആ സൗഹൃദത്തിലും സ്നേഹത്തിലും ഇവരുടെ നേതൃത്വത്തിൽ അവർ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെയാണ് ബ്രിട്ടീഷ് ഭരണം കേരളത്തിലേക്കും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും വരുന്നത്. അന്ന് നമ്മളുടെ നാടുകളിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
പണ്ഡിതന്മാർ പലരും ഇത്തരം നിലപാടുകളോട് പല രീതികളിലുള്ള സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്നത് മലപ്പുറത്തിന്റെ ഹൃദയത്തിലാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരായ ശക്തമായ വികാരങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ അന്നത്തെ പണ്ഡിതന്മാരിലെ നേതാക്കൾ വലിയ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അന്ന് പ്രത്യേകിച്ച് 1900-ങ്ങൾക്ക് ശേഷം ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിം സമൂഹം ഒരു ഭീതിയുടെയും പ്രതിസന്ധിയുടെയും നിഴലിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് കാര്യം? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു, മുസ്ലിം ഖിലാഫത്ത് തകർക്കപ്പെട്ടു, ഉസ്മാനിയ ഖലീഫ ഭ്രഷ്ടനായി പോയി. സ്വാഭാവികമായും ബ്രിട്ടീഷുകാർക്കെതിരെ ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ഒരേ മനസ്സോടുകൂടെ യത്നിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുടെ നാട്ടിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ മുൻനിരക്കാരായി കേരളത്തിലുള്ള നിരവധി പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരിൽപ്പെട്ട പല ആളുകളും ബ്രിട്ടീഷുകാർക്കെതിരായ പല രീതിയിലുള്ള ഫത്വകളും പുറപ്പെടുവിക്കുവാൻ തുടങ്ങി. ആ ഫത്വകൾക്കനുസൃതമായി രാജ്യത്തുള്ള ജനങ്ങൾ അവർക്കനുസൃതമായ രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരാകുന്ന രൂപത്തിൽ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു. ഉദാഹരണമായി അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരിൽ ചില ആളുകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായി നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്, ഈ രാജ്യം ദാറുൽ ഹർബാണ്, ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഭരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയില്ല, നമ്മൾ ഈ രാജ്യത്ത് നിന്ന് ഹിജ്റ പോകൽ അനിവാര്യമാണ്. ഹിജ്രിയ്യത്ത് എന്ന പേരിൽ ഒരു പ്രസ്ഥാനമുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ഹിജ്റ പോയി, നൂറുകണക്കിന് ആളുകൾ റഷ്യയിലേക്കും ചൈനയിലേക്കും പോയി. അഫ്ഗാനിന്റെ അതിർത്തി അന്നത്തെ ഭരണാധികാരി അടച്ചു. മുസ്ലിങ്ങളിൽപ്പെട്ട നിരവധി ആളുകൾ അഫ്ഗാനിന്റെ അതിർത്തിയിൽ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ മരണപ്പെടുന്ന ദയനീയമായ സാഹചര്യങ്ങൾ ഉണ്ടായി. അന്നാണ് മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്ന, നമ്മളൊക്കെ വേദനയോടെ മാത്രം ഓർക്കുന്ന, എന്നാൽ മലബാറിലെ മാപ്പിളമാരുടെ ധൈര്യത്തിന്റെ ഓർമ്മകൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു കാലഘട്ടം, വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടം. രാജ്യത്ത് ബ്രിട്ടീഷുകാർ അവരുടെ എല്ലാ വിധത്തിലുള്ള ക്രൂരതകളും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. നാട്ടിലുള്ള ആളുകളിൽ നിന്ന് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്ന പണ്ഡിതന്മാരും നേതാക്കളും ഒന്നുകിൽ ജയിലിലടക്കപ്പെടുകയോ അല്ലെങ്കിൽ അന്തമാനിലേക്ക് നാടുകടത്തപ്പെടുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലപ്പെടുകയോ വെടിവെച്ച് കൊല്ലപ്പെടുകയോ ചെയ്ത ഒരു കാലഘട്ടം. വല്ലാത്ത ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ വിശ്വാസത്തിലും ഈ ഉന്നതമായ പാരമ്പര്യത്തിലും വെള്ളം ചേർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആദർശത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഈ പാരമ്പര്യത്തെ കളങ്കപ്പെടുത്തുന്നതാരാണ്? ആരാണ് ഇത്രയും വൃത്തികെട്ട ഈ ഒരു സംസ്കാരത്തെ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്? ഞാനതിന്റെ വിശദമായ ചരിത്രത്തിലേക്ക് കടക്കുകയല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് ബീജാഭാവം നൽകിയത്, അദ്ദേഹം ആശയം കടം കൊണ്ടത് ഇബ്നു തൈമിയ്യയിൽ നിന്നാണ്. ഇവരുടെ സ്വഭാവത്തിൽ പൊതുവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവർക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിലും പാരമ്പര്യത്തിലും വിശ്വാസമില്ല. അവർക്ക് നബി തിരുമേനിയുടെ അനുയായികളിൽപ്പെട്ട മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനെ വിശ്വാസമില്ല എന്ന് മാത്രമല്ല, അവരെ പലരെയും അവർ നിഷേധികളാക്കുകയാണ്. അവരെ അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവരുടെ ഏറ്റവും വലിയ ആശയമായി അവർ പറഞ്ഞിരുന്ന കാര്യം പാരമ്പര്യത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണല്ലോ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരറിയണം, ഇവരുടെ പാരമ്പര്യത്തിൽ, ഈ സലഫിസത്തിന്റെ പാരമ്പര്യത്തിൽ സംഹാരാത്മകതയല്ലാതെ എന്താണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അനുയായികളും ഈ നാട്ടിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്തും നമുക്ക് കാണുവാൻ കഴിയും. താലിബാനെ പോലെ, ഐസിസിനെ പോലെ, അൽ ഖായിദയെ പോലെ, ബോക്കോ ഹറാമിനെ പോലെ, അബൂ സയ്യാഫിനെ പോലെ, ജയ്ഷെ മുഹമ്മദിനെ പോലെ. നമ്മളുടെ പേരുണ്ട്, നബിയുടെ പേരുണ്ട്, ഖുർആനിന്റെ പേരുണ്ട്, അല്ലെങ്കിൽ അറബി നാമമുണ്ട്. അതുകൊണ്ട് അവരും നമ്മളുടെ ഏതെങ്കിലും ഒരു ഭാഗമാണോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ
മുസ്ലിം പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനുമായോ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യവുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇവർക്കില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ ലോകത്ത് പരിചയപ്പെടുത്തിയ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധരായ, ഇസ്ലാമിനെ കളങ്കപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണിവർ. ഇതിന്റെ ഒക്കെ ഉത്ഭവം ഇസ്ലാമിക വിരുദ്ധരായ ആളുകളുടെ ആശയങ്ങളിൽ നിന്നാണ് എന്ന് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? എങ്ങനെയാണ് ആയിരങ്ങളെ കൊന്നൊടുക്കാൻ ഇവർക്ക് മടിയില്ലാതെയായത്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളെ സൗദി ഭരണകൂടം സ്വീകരിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം എന്താണ്? പാരമ്പര്യത്തെ മുഴുവൻ തച്ചു തകർത്തു. വിശുദ്ധമായ ഹറമുകളിൽ ഉണ്ടായിരുന്ന പൈതൃകങ്ങളെ ഉൾപ്പെടെ തച്ചു തകർത്തു എന്ന് മാത്രമല്ല, ഇവർ കൊന്നൊടുക്കിയതാരെയാണ്? ഈ സലഫി വക്താക്കൾ കൊന്നൊടുക്കിയതാരെയാണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളെ സ്വീകരിച്ച ആളുകൾ ആരെയാണ് ഇല്ലാതെയാക്കിയത്? എവിടെയാണ് അവർ കർസേവ നടത്തിയത്? നിങ്ങൾ നോക്കൂ, നമ്മളുടെയൊക്കെ ഓർമ്മയിലുണ്ടല്ലോ 2000-ന് ശേഷം ഇറാഖിലും യമനിലും സിറിയയിലുമൊക്കെ നടന്ന ഐസിസുമായി ബന്ധപ്പെട്ട ക്രൂരമായ പ്രവർത്തനങ്ങൾ ആലോചിച്ചു നോക്കേണ്ട കാര്യമാണ്. സ്മാരകങ്ങളെ ഇവർ പൊളിച്ചടക്കി. ഇവർ കൊന്നൊടുക്കിയ പണ്ഡിതന്മാരും ജനങ്ങളും സുന്നികളായിരുന്നു. ഇവർ ആരെയാണ് കൊന്നത്? ആരെയാണ് ഇവർ ഇല്ലാതെയാക്കിയത്? എവിടെ നിന്നാണ് ഇവരുടെ പാരമ്പര്യം വരുന്നത്? ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. BC 14-ാം നൂറ്റാണ്ടിൽ മൊസ്യൂളിൽ ഉണ്ടാക്കിയ മ്യൂസിയം, നമ്രൂദ് രാജാവിന്റെ കൊട്ടാരം ഉൾപ്പെടെയുള്ള ഇടങ്ങൾ, ഈ പ്രദേശങ്ങൾ കീഴടക്കിയ നബിയുടെ അനുയായികളായിരുന്ന സ്വഹാബികൾ തച്ചു തകർത്തിയിരുന്നില്ലല്ലോ. ആരാണിവർക്ക് ഇത് തച്ചു തകർക്കുവാനും അവിടെയുള്ള ജനങ്ങളെ ഹിംസിക്കുവാനും അനുവാദം നൽകിയത്? എവിടെ നിന്നാണ്? യൂനുസ് നബി അലൈഹിസ്സലാമിന്റെയും ദാനിയാൽ നബിയുടെയും മഹാനായ ഇമാം നബവിയുടെയും ഒക്കെ മസാറുകൾക്കിടയിൽ ബോംബ് സ്ഫോടനം നടത്തുവാനും അത്തരം സ്മാരകങ്ങളെ തച്ചു തകർക്കുവാനും എവിടെ നിന്നാണ് ഇവർക്ക് അനുവാദം കിട്ടിയത്? 2014 ജൂലൈ 24-നാണ് ഇമാം നബവിയുടെയും മഹാനായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ മഖ്ബറകൾക്കെതിരായി ഇവർ ആക്രമണങ്ങൾ നടത്തുന്നത്. സഅദ് ഇബ്നു അബി വഖാസ് AD 636-ൽ ഖാദിസിയ യുദ്ധത്തിലൂടെയാണല്ലോ ആ പ്രദേശങ്ങൾ കീഴടക്കുന്നത്. ഇറാഖ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ തച്ചു തകർത്തില്ലല്ലോ അവർ നമ്രൂദിന്റെ കൊട്ടാരങ്ങളെയും പാരമ്പര്യത്തെയും ഇല്ലാതെയാക്കിയില്ലല്ലോ. സ്വഹാബിയായിരുന്ന മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു 640-ലാണ് ഈജിപ്ത് കീഴടക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ പിരമിഡുകളില്ലേ? പിരമിഡുകൾ അവർ തകർത്തില്ലല്ലോ. പഴയ പാരമ്പര്യങ്ങളെ അവർ ഇല്ലാതെയാക്കിയില്ലല്ലോ. അവർക്കിടയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളും വ്യത്യസ്ത ജാതികളിലുള്ളവരും താമസിച്ചിരുന്നല്ലോ. അവർക്കെല്ലാം ഇവർ സംരക്ഷണം നൽകുകയായിരുന്നില്ലേ? ഇവർ ചെയ്ത കാര്യം എന്താണ്? 1634-ലാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു സിറിയയും ഡമസ്കസും കീഴടക്കുന്നത്. 706-ൽ അവരുടെ നേതൃത്വത്തിൽ ഡമസ്കസിലെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയുടെ അകത്തായിരുന്നു ബൈസന്റൈൻ കത്രീഡൽ പള്ളി ഉണ്ടായിരുന്നത്. അവിടെയാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. ഈ സലഫിസത്തിന്റെയും ഈ തീവ്രവാദത്തിന്റെയും വക്താക്കളായിരിക്കുന്ന ആളുകൾ പഴയ കാലത്ത് ഖാലിദ് ഇബ്നുൽ വലീദ് ചെയ്യാത്ത, അംർ ഇബ്നുൽ ആസ് ചെയ്യാത്ത, സമാനരായ സ്വഹാബികളും പിൻഗാമികളും ചെയ്യാത്ത രീതിയിൽ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരം സംഗതികളെല്ലാം തകർക്കുകയും മുസ്ലിം സമൂഹത്തെ കൊന്നൊടുക്കുകയും ചെയ്തത്? ഈ പാരമ്പര്യമാണ് വഹാബിസത്തിന്റെ പാരമ്പര്യം. ഈ പാരമ്പര്യമാണ് കേരളത്തിലുള്ള വഹാബികൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല. ഒരുപക്ഷെ രാജ്യത്തെ നിലനിൽപ്പിന് വേണ്ടി ഈ നാട്ടിലെ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ എന്നതിന്റെ പേരിൽ അത്തരം കാര്യങ്ങൾ മറച്ചുവെക്കുന്നത് നമ്മളാരും അറിയാഞ്ഞിട്ടല്ല. ഇതാണോ ഇവരുടെ പാരമ്പര്യം? ഇതല്ല ഇവരുടെ പാരമ്പര്യം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സ്വീകരിക്കുന്നവരുടെ, അദ്ദേഹത്തെ നേതാവായി കാണുന്നവരുടെ, അദ്ദേഹത്തെ
ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പരിഷ്കർത്താവായി അവതരിപ്പിക്കുന്നവരുടെ പാരമ്പര്യം ഇതാണ് എന്ന കാര്യത്തിൽ ഇവർക്കാർക്കെങ്കിലും നിഷേധിക്കുവാൻ കഴിയുമോ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇതിൽ നിന്നുള്ള പല ശാഖകളുമുണ്ട്. അവരൊക്കെ പലതരത്തിലുള്ള കളങ്കങ്ങളും വിശുദ്ധമായ ഇസ്ലാമിന് നേർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം രീതികളെ സ്വീകരിച്ച ആളുകൾ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഈ ആശയങ്ങളെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഉൾക്കൊണ്ട കേരളത്തിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില പണ്ഡിതന്മാർ ഈ മതത്തെ കളങ്കപ്പെടുത്തും. അവർ വിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ ഇല്ലാതെയാക്കും. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഈ നാട്ടിലെ സൗഹൃദമില്ലാതെയാകും. ഈ നാടിന്റെ നന്മ നിറഞ്ഞ പാരമ്പര്യം ഹനിക്കപ്പെടും. ഇത് തിരിച്ചറിഞ്ഞു സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ഇത് തിരിച്ചറിഞ്ഞു മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഇതിനെ പരിപൂർണമായും ഉൾക്കൊണ്ടു വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിരവധി യോഗങ്ങളും പൊതുസമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലം, പല രീതിയിലും പണ്ഡിത സംഘങ്ങൾ ഉണ്ടാക്കുവാനും ആ രീതിയിൽ മുസ്ലിം മുന്നേറ്റ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ഇവർക്ക് പ്രോത്സാഹനം ലഭ്യമായി കൊണ്ടിരിക്കുന്ന കാലം. പക്ഷേ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആഹ്വാനത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും സമാനരായ മഹാപണ്ഡിതന്മാരും കോഴിക്കോട് ടൗൺ ഹാളിൽ 1926 ജൂൺ 26 ഒരുമിച്ച് കൂടിയിരുന്ന ആളുകളും ആഗ്രഹിച്ച കാര്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുകയാണ്, പോരാട്ടത്തിന് ഇറങ്ങണം നമ്മള്, അങ്ങനെയുള്ള ശക്തമായ പ്രതിരോധം തീർക്കണം നമ്മള്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടത് ഈ വിശുദ്ധമായ മതത്തിന്റെ നിലനിൽപ്പാണ്. കർമ്മശാസ്ത്ര സരണിയിൽ ഷാഫിഈ മദ്ഹബിന്റെ നിലനിൽപ്പാണ്. വിശ്വാസപരമായ കാര്യത്തിൽ മഹാനായ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി കൊണ്ടുവന്ന ഈ സംഗതിയുടെ നിലനിൽപ്പാണ്. നമ്മളുടെ രാജ്യത്ത് മഖ്ദൂമുമാർ ഒരു പാരമ്പര്യം കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളുടെ രാജ്യത്ത് കോഴിക്കോട് ഖാദിമാർ മനോഹരമായ ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. മമ്പുറം തങ്ങളും സമാനരായ മഹാന്മാരായ സൂഫിയാക്കളും അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഒരു പാരമ്പര്യത്തെ നമ്മളുടെ രാജ്യത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളുടെ മണ്ണിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ സംരക്ഷണം നൽകിയേ മതിയാവൂ, അതിനെ നമ്മൾ നിലനിർത്തിയേ മതിയാവൂ. എന്ത് വില കൊടുത്താണെങ്കിലും എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ആ മാർഗത്തെ നമ്മൾ നിലനിർത്തിയേ മതിയാവൂ എന്നുള്ള അവരുടെ ത്യാഗോജ്വലമായ മനസ്സിൽ നിന്ന്, അവരുടെ ഈമാനികമായ ആവേശത്തിൽ നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ പിറവികൊള്ളുകയായിരുന്നു. അത് ഈ പാരമ്പര്യത്തെ നിലനിർത്തി, ഈ പൈതൃകത്തെ അവർ സംരക്ഷിച്ചു. സംഗ്രഹിച്ചു പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ പാരമ്പര്യ ഈമാനിന് യാതൊരു കറയോ കളങ്കമോ ഇല്ലാത്ത രീതിയിൽ ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. ഒരു നൂറ്റാണ്ടുകാലം വ്യത്യസ്തങ്ങളായ രീതിയിലാണ് അതിന്റെ പ്രവർത്തനങ്ങളെ അത് മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ അതിന്റെ മറ്റു വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്ന കാര്യം, ഈ പ്രസ്ഥാനത്തോട് ഈ സമൂഹത്തിന് വലിയ കടപ്പാടുണ്ട്. ഏതെല്ലാം തരത്തിൽ ഈ ഉമ്മത്ത് ആധ്യാത്മികമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ, ഏതെല്ലാം രീതിയിൽ വിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ട സാംസ്കാരികമായ അടയാളങ്ങൾ നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ, ഏതെല്ലാം രീതിയിൽ സൗഹൃദവും സ്നേഹവും നമ്മളുടെ രാജ്യത്ത് ശക്തമായി നിലയുറപ്പിക്കുന്നുണ്ടോ, ഏതെല്ലാം തരത്തിൽ അധിനിവേശങ്ങൾക്കെതിരായി ഫാഷിസത്തിനെതിരായി ശക്തമായി ചിന്തിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകുന്ന ഒരു സമൂഹം നമ്മളുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ടോ, അതിന്റെയൊക്കെ പ്രഥമ കാരണങ്ങളിലൊന്നായി സമസ്ത എന്ന ഈ വലിയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരാൾക്കും നിഷേധിക്കുവാൻ കഴിയില്ല. അതിനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ആ പൈതൃകത്തെയാണ് ഈ 100ാം വാർഷികത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ഈ രാജ്യം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ സ്വീകരിച്ചു. ഓരോ പ്രദേശങ്ങളിലുള്ള ആളുകൾ, അവിടെയുള്ള ഉമറാക്കൾ, സാധാരണക്കാരായ ആളുകൾ, അവർ ഈ സംഘടനാ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വീകരിച്ചു. പ്രസ്ഥാനം അതിന്റെ പ്രഭാഷണങ്ങളും സമ്മേളനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോ എന്താണ് ആ സമ്മേളനങ്ങളിൽ പണ്ഡിതന്മാർ നടത്തുന്ന ആഹ്വാനമെന്ന് അവർ ചെവിയോർത്തു. നിങ്ങൾ ആലോചിക്കണം, ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെയാണ് ഖാദിയാനിസം നമ്മളുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുടെ ആഗ്രഹമായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്.
ആ ഭിന്നതക്ക് ആക്കം കൂട്ടാൻ വേണ്ടി മറ്റൊരു പ്രവാചകനായി ഖാദിയാനികളുടെ അപ്പോസ്തലനായ മീർസ ഗുലാം അഹ്മദ് ഖാദിയാനി അവതരിച്ചപ്പോ ബ്രിട്ടീഷുകാരെല്ലാ തരത്തിലും അദ്ദേഹത്തിന് പിന്തുണ നൽകി, പ്രോത്സാഹനം നൽകി. സ്വാഭാവികമാണല്ലോ, ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരാൾ വരുമ്പോൾ ചില ആളുകളെങ്കിലും സ്വീകരിക്കാൻ വേണ്ടി പോകും. അവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ സജീവമാകുമ്പോ സമസ്തയുണ്ടാകുന്നതിന് മുമ്പ് തന്നെ സമസ്തക്ക് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ ഖാദിയാനിസത്തിനെതിരായി പ്രസംഗങ്ങൾ നടത്തി, ഖാദിയാനികളുമായി സംവാദം നടത്തി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പിൽക്കാലത്ത് ഖാദിയാനികളുമായി നേരിൽ സംവാദം നടത്തുകയും ഖാദിയാനികളുടെ മുഴുവൻ വാദങ്ങളെയും കൃത്യമായി പൊളിച്ചടക്കുകയും ഒരു നിലക്കും അവർക്ക് വേരൂന്നാൻ കഴിയാത്ത രീതിയിൽ ഖാദിയാനികളെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്യുന്ന രീതിയിൽ ശംസുൽ ഉലമ പ്രവർത്തിക്കുകയും ചെയ്തു. കേരളത്തിന്റെ മണ്ണില് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൽകിയ നേട്ടങ്ങളിലൊന്ന് ഇത്തരം കളകളെയും കറകളെയും ഈ സമൂഹത്തിനിടയിൽ ഒരിക്കലും വേരൂന്നാൻ ഈ പ്രസ്ഥാനം അനുവദിച്ചില്ല എന്നുള്ളതാണ്.